ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബോൾട്ട് ഹെഡ്സെറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3 മാസമായിട്ട് നാട്ടിലില്ലായിരുന്നു, വെളിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സോ ഗെയ്സ്, നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ബോട്ട്സ് ഇതായിരുന്നു. ഇതിൻ്റെ ഒരു അൺബോക്സിങ് നിങ്ങൾ കണ്ടിരുന്നായിരുന്നു. ബോൾട്ട് ആഡിയോ എന്ന് പറഞ്ഞൊരു ഹെഡ്ഫോണാണ്. ബോട്ടല്ല, ബോൾട്ടാണ്. അപ്പോൾ ഈ ഹെഡ്ഫോണിൻ്റെ ഡിസൈനും സ്റ്റൈൽസും എല്ലാം വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഈ ബോൾട്ടിൻ്റെ ഹെഡ്ഫോണിൻ്റെ ഡിസൈനും സ്റ്റൈലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഒരു സ്പെക്ക് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഹെഡ്ഫോണിൻ്റെ കണക്ടർ എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പ്ഡ് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 1 ഇയർ വാറണ്ടി ഈ ഒരു ഹെഡ്ഫോൺ തരുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ ബാസ് ആണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ സൗണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഡീപ്പ് ബാസ് ആൻഡ് 3D അസ്മോറ്റിക് എന്ന് പറയുന്നൊരു ആഡിയോ കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബ്ലൂടിൻ മൈക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് ബ്ലൂടിൻ മൈക്രോ ബൂഫേഴ്സും ഉണ്ട്. ഇതൊരു മൈക്രോ ബൂഫേഴ്സ് സെഗ്മെൻറ്റിലാണ് ഈ ഒരു ഹെഡ്ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ബാസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിലൊരു ബാസ് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഹെഡ്ഫോണിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1200 ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് മറ്റുള്ള സൈറ്റിലൊക്കെ 400-450 രൂപയ്ക്ക് ഈ ഒരു ഹെഡ്ഫോൺ കിട്ടും. നല്ലൊരു ഹെഡ്ഫോണാണ്, നല്ല ബ്രാൻഡിങ് കമ്പനിയാണ്. അപ്പോൾ ഈ ഹെഡ്ഫോൺ അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല ഇറങ്ങിയിട്ട്. ഏതാണ്ട് ഇവിടെയൊക്കെ ഇന്ത്യയിലൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഏതാണ്ട് 1 ഇയർ 2 ഇയർ ആ ഒരു ടൈം റേഞ്ച് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഹെഡ്ഫോൺ നല്ലൊരു ഹെഡ്ഫോൺ അന്നേ ഞാൻ വാങ്ങിക്കണമെന്ന് വെച്ചിരുന്നത്. ബട്ട് ഇത് വാങ്ങിച്ചു, ഞാൻ കേട്ട് നോക്കി, ഗുഡ് ക്വാളിറ്റിയാണ്. നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു ആഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹെഡ്ഫോണിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ടൊരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഹെഡ്ഫോണിൻ്റെ ഹെഡാണ്. ഹെഡെന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഹെഡാണ്. ഇപ്പം നമ്മളിപ്പം സെൻഹാസർ പോലുള്ള അല്ലെങ്കിൽ വേറെയുള്ള ഹെഡ്ഫോണൊക്കെ ഉപയോഗിക്കുമെങ്കിൽ ഇത്രയും വലിയൊരു ഹെഡായിരിക്കത്തില്ല. ഇതിലും ചെറിയൊരു ഹെഡാണ്. പിന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ, നമുക്ക് ഇവിടെ ഒരു കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെഡ്ഫോൺ ചെവിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചാലും താഴെ വീഴുകയോ ഇളകി പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളിങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഈ മേളത്തെ ഇതും കൂടെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിലിരിക്കും. നിങ്ങളിങ്ങനെ അനക്കിയാലും വയർ വലിച്ചാലും പോത്തില്ല. ആ രീതിയിൽ ഹോൾഡായിട്ട് ഇതിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നല്ല കംഫോർട്ടുണ്ട്. മറ്റേ നെഗറ്റീവ് നമുക്കൊരു ബാഡായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡാണ്. വലിയൊരു ഹെഡായിട്ട് നമുക്ക് ചെവിയിൽ ഇരിക്കുന്നതായിട്ട് അറിയാൻ പറ്റും. മറ്റുള്ള ഹെഡ്ഫോണൊക്കെ ചെവിയിൽ വെച്ചാൽ അത് ഇരിപ്പുണ്ടെന്ന് പോലും അറിയില്ല. ഇതിൻ്റെ കേബിൾ നമ്മൾ നോക്കുവാണെങ്കിൽ നോർമലി നല്ല രീതിയിൽ നല്ലൊരു കേബിളാണ്. പെട്ടെന്ന് കയറി ഇപ്പം നമ്മളിങ്ങനെ കൂട്ടിക്കെട്ടിയാലും പെട്ടെന്ന് കയറി അത് ഇതാവത്തില്ല, കുരുങ്ങില്ല. അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഈ കേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഹോൾഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഡിയോയ്ക്കകത്ത്, ഞാൻ സംസാരിക്കുന്ന ആഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാര്യം നല്ലൊരു മഴ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആഡിയോയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലോട്ട് പോകാം. സോ ഗൈസ്, ഈ ഹെഡ്ഫോണിൻ്റെ ഒരു സ്റ്റൈലിഷ് ഡിസൈൻ ഇതാണ്. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഹെഡ്ഫോൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൽ ഷേപ്പ്ഡ് കേബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൽ ഷേപ്പ്ഡ് കണക്ടറാണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന കണക്ഷൻ എൽ ഷേപ്പ്ഡ് അല്ല. ഇതൊരു വേറൊരു വെറൈറ്റി മോഡൽ ടൈപ്പിലുള്ള കണക്ടറാണ്. ഇതിൻ്റെ ഷേപ്പിൻ്റെ ഡിസൈൻ ഒന്നും നമുക്ക് പറയാനില്ല. എന്നാൽ ഒരു വെറൈറ്റി മോഡലുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. ഇത് എൽ ഷേപ്പിൻ്റെ വേറൊരു മോഡൽ നമുക്ക് പറയാം. എന്നാൽ നല്ല വെറൈറ്റി ഒരു മോഡൽ. അപ്പോൾ ഇങ്ങനൊരു മോഡൽ കണക്ഷൻ എന്താണ് യൂസ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്ത് യൂസ് ആണെന്ന്. ഇപ്പോൾ എൽ ഷേപ്പ്ഡ് മോഡൽ കണക്ഷൻ നമുക്ക് ഉപയോഗിക്കുവാണെങ്കിൽ മൊബൈലിലൊക്കെ കണക്ട് ചെയ്യുമെങ്കിൽ നമുക്ക് ഇച്ചിരി സേഫ്റ്റി ഇതാണ്. പോക്കറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ സേഫായിട്ടിരിക്കും. ഡയറക്റ്റ് നേരെ ഇരിക്കുന്ന ഒരു ഷേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ അറ്റം തട്ടുമ്പോൾ അല്ലെങ്കിൽ ഹെഡ്ഫോണിൻ്റെ അറ്റം എവിടെയെങ്കിലും തട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന പിന്നിൻ്റെ സൈഡ് എവിടെയെങ്കിലും ഉരയുമ്പോൾ വയർ സ്ക്രാച്ചായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഷേപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് വലിയ രീതിയിൽ പിടികിട്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ ഡിസൈൻ ഇതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് എയർബഡ്സും ഇതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹോൾഡ് ലോക്ക്, നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പയിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിപ്പും കൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബോട്ട്സാണ്. നമുക്ക് ഈ ബോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ബോട്ട്സിനകത്ത് നോർമലി അവരുടെ ഒരു ബഡ്സിൻ്റെയും കാര്യങ്ങളും മാത്രം ആ ഒരു ബോട്ട്സിനകത്ത് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബഡ്സിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചു, വേറൊരു ടൈപ്പ് കളറാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പോലെ ഒരു എന്തോ ഒരു രീതിയിലുള്ള വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാർഡ് വരുന്നുണ്ട് നമുക്ക്.
ഇത് ഒറിജിനലാണെന്ന് കാണിക്കുന്ന ഒരു കാർഡ്. അപ്പോൾ ഈ രജിസ്റ്റർ ഫോർ വാറണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇത് നമുക്ക് സ്കാൻ ചെയ്താൽ നമ്മുടെ മൊബൈലിൽ എടുത്ത് ഇതിനൊരു ആപ്പ് ഉണ്ട്, അത് സ്കാൻ ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ കയറി വാറണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്തിടാൻ പറ്റും. ഈ ഹെഡ്ഫോൺ എടുത്ത ശേഷം നിങ്ങൾ വാറണ്ടി രജിസ്റ്റർ ചെയ്തിടണം. എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ, ഈ ഒരു വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഹെഡ്ഫോൺ നമുക്ക് ശരിയാക്കാനോ അല്ലെങ്കിൽ കമ്പനിയിൽ ഇത് കംപ്ലയിൻ്റ് ആയി എന്ന് പറയുമ്പോൾ പോലും മാറ്റി തരാനോ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് 1 ഇയർ വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഒരു പേജുണ്ട്, @boult audio എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പേജിൽ ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഡിയോ ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു പേജിലും ബോൾട്ട് എന്ന് പറഞ്ഞൊരു പേജിലും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ, ഇതിൻ്റെ ഒരു ഐക്കൺ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ആഡിയോയുടെ ഒരു സിമ്പിളാണ് ഈ ഒരു ഐക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ബാക്കിലായിട്ടും ആ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ ഉപയോഗിക്കുന്നുണ്ട്. പോരാതെ തന്നെ നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺ ബ്ലാക്ക് കളറിൽ മാത്രമല്ല ലഭിക്കുന്നത്, നിങ്ങൾക്ക് പലതരത്തിലുള്ള കളറിലും ലഭിക്കുന്നുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക്, അതുപോലെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്, അങ്ങനെയുള്ള കുറേ കളറിലും നമുക്ക് ഹെഡ്ഫോൺ ലഭിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ ഈ ഹെഡ്ഫോൺ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പർച്ചേസ് ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് നോർമലി പ്ലാസ്റ്റിക് ബിൽഡല്ല, മെറ്റലാണ്, മെറ്റൽ ബിൽഡാണ് ഹെഡ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കിലുള്ള ബിൽഡിംഗ് ആണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ലൊരു ഔട്ട്പുട്ടും അതുപോലെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഹെഡ്ഫോണിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഹെഡ്ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും ഇതിൻ്റെ ബോക്സിൽ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ, പ്രീമിയം വെബ്സൈറ്റിലൊക്കെ നമുക്ക് എടുത്ത് നോക്കാമെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ അതുപോലെ തന്നെ ഈ കാർഡ് സ്കാൻ ചെയ്താലും അവരുടെ ഈ ഹെഡ്ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിലും ഈ കാർഡിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്വാളിറ്റികൾ അല്ലെങ്കിൽ മെയിൻ ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പ്ഡ് കണക്ടർ, 1 ഇയർ വാറണ്ടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അതൊരു ഫീച്ചറല്ല, 1 ഇയർ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എക്സ്ട്രാ ബാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ബാസ് കിട്ടും. അതുപോലെ ഡീപ്പ് ബാസ് ആൻഡ് 3D അക്യുറസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് മൈക്കും കിട്ടുന്നുണ്ട്, അതുപോലെ ബ്ലൂടൂത്ത് മൈക്രോ ബൂഫറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹെഡ്ഫോണിൻ്റെ ഈ ഒരു സ്പീക്കർ ലെഡിൽ മൈക്രോ ബൂഫേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ടും അതുപോലെ ക്ലിയർ ബാസും നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി. അപ്പം എനിവേ, നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണാം. എനിവേ ഗൈസ്, ഇന്ന് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.